ഹലോ ഗൈസ്, അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ മണ്ടയ്ക്കാട്ട് പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ കന്യാകുമാരി, അതേപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ കുറേ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കന്യാകുമാരി വന്ന സമയത്ത് അതിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്, തിരുപ്പതി ദേവസ്ഥാനം. അപ്പോൾ നമ്മൾ ഈ ഗ്രില്ലിൻ്റെ ഭാഗത്തൂടെ കാണുന്നത് വിവേകാനന്ദ പാറയും അതുപോലെ അതിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെയാണ് കാണുന്നത്. അത്ര അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്റ്റെപ്പ് കയറി കുറച്ച് ഹൈറ്റിലാണ് നമ്മുടെ ക്ഷേത്രം ഉള്ളത്. കണ്ടില്ല, ഇതാണ് കേട്ടോ വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജും അവിടുത്തെ ബിൽഡിങ്ങും ഒക്കെയാണ് നമ്മൾ കണ്ടത്. നോക്കത്താ ദൂരത്ത് കടലാണ്. ഭയങ്കര ഒരു വ്യൂ ആണ് അവിടെ നിന്നിട്ട്. നമ്മുടെ ക്ഷേത്രം കുറച്ച് ഹൈറ്റിലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ തറയൊക്കെ നല്ല നീറ്റായിട്ട്, നല്ല ക്ലീനായിട്ട്, നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം. നമുക്ക് അവിടെ നിന്നിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പോസിറ്റീവായിരുന്നു. ഇതാണ് കേട്ടോ മെയിൻ ഗോപുരം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ പ്രതിഷ്ഠയുടെ ഭാഗത്തും ഇംഗ്ലീഷിലാണ് കേട്ടോ പേരൊക്കെ എഴുതി വെച്ചിട്ട്. കാരണം ഒരുപാട് വേറെ വേറെ ഭാഷയൊക്കെ വരുന്നല്ലേ. മലയാളികൾ വരും, തമിഴർ വരും, കന്നഡക്കാർ വരും, അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് അവിടെ എല്ലാവരും പേരെഴുതിയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ആ ഭാഗത്തൊക്കെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വേപ്പിൻ്റെ മരങ്ങളായിരുന്നു. വേറെ മരങ്ങൾ വളരെ കുറവായിരുന്നു. വരുന്ന വഴിക്കൊക്കെ കൂടുതലും വേപ്പ് മരങ്ങളായിരുന്നു. പിന്നെ നല്ല ഒരു 7 മണി 7:30 സമയത്താണ് നമ്മളിവിടെ വന്നത്. പക്ഷെ ഭയങ്കര വെട്ടമായിരുന്നു. നല്ല നല്ല പ്രാവശ്യം ഉച്ച സമയമാണെന്ന് നമുക്ക് തോന്നിപ്പോൾ. പക്ഷേ ഉച്ച സമയത്തൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ള പെയിൻ്റ് അടിച്ച ഭാഗത്തൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.